2024 ഒരു വർഷം, ഒരു മഴക്കാലം. പക്ഷേ ചിലർക്കത് ജീവിതത്തിന്റെ അവസാന അധ്യായമായിരുന്നു. കേരളത്തിന്റെ ഹൃദയഭാഗത്ത് മഞ്ഞും മലയും മനുഷ്യരും ചേർന്ന് ശാന്തമായി ശ്വസിച്ചിരുന്ന ഒരു നാട് വയനാട്. അവിടെ ഒരു രാത്രിയിൽ മണ്ണ് മനുഷ്യരെ മറന്നുപോയി. വയനാട് വെറുമൊരു ജില്ലയല്ല, അത് മനുഷ്യരുടെ സ്വപ്നങ്ങളാൽ പണിത ഒരു മലനാടാണ്. കാടുകളെ വെട്ടി മണ്ണിനെ കൃഷിയാക്കി മഴയെ ആശ്രയിച്ച് ജീവിച്ച സാധാരണ മനുഷ്യർ. ചൂരൽമലയും മുണ്ടക്കൈയും അവർക്കൊരു വിലാസം മാത്രമല്ല, അത് അവരുടെ ലോകമായിരുന്നു. മഴ വയനാടിന് പുതിയതല്ല, മഴ അവിടെ ജീവന്റെ ഭാഗമാണ്. 2024 ജൂലൈ, ആകാശം തുറന്നു. പക്ഷേ ആരും ഭയപ്പെട്ടില്ല. കാരണം മഴ വരും പോകും, മലകൾ അവിടെയുണ്ടാകും എന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ആ രാത്രി വ്യത്യസ്തമായിരുന്നു. മഴ പതിവിനേക്കാൾ കനത്തു. മണ്ണ് വെള്ളം കുടിച്ചു നിറഞ്ഞു. രാത്രി 12 കടന്നപ്പോൾ ആദ്യം ഒരു ശബ്ദം. അത് ഇടിമിന്നലല്ല, അത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കരച്ചിലായിരുന്നു. ഒരു നിമിഷം, ഒരു ശബ്ദം, ഒരു കുലുക്കം. അടുത്ത നിമിഷം ചൂരൽമല ഇല്ലാതായി. വീടുകൾ, വഴികൾ, മനുഷ്യർ എല്ലാം മണ്ണിന്റെ ഉള്ളിലേക്ക്. മുണ്ടക്കൈ, അവിടെ വെളിച്ചമില്ല, ശബ്ദമില്ല, ജീവനില്ല. അവരാരും ഓടിയില്ല, അവരാരും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കുഞ്ഞുങ്ങൾ അമ്മമാരുടെ നെഞ്ചോട് ചേർന്ന്, വൃദ്ധർ ജീവിതം മുഴുവൻ കെട്ടിയ വീടുകളിൽ. ഒരാൾ പോലും രക്ഷിക്കൂ എന്ന് വിളിക്കാൻ സമയം ലഭിച്ചില്ല. പുലർച്ചെ സൂര്യൻ ഉദിച്ചു. പക്ഷേ അത് വെളിച്ചമായിരുന്നില്ല, അത് ഒരു സാക്ഷ്യമായിരുന്നു. ഇവിടെ മനുഷ്യരുണ്ടായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന സാക്ഷ്യം. സൈന്യം വന്നു, NDRF വന്നു. പക്ഷെ ആദ്യമെത്തിയവർ നാട്ടുകാർ. ചെളിയിൽ മുട്ടുകുത്തി കൈകൾ കൊണ്ട് മണ്ണ് മാറ്റി ഒരു ശ്വാസം പോലും അകത്തുണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ച്. അവ മൃതദേഹങ്ങളായിരുന്നില്ല, അവ കഥകളായിരുന്നു. ഒരമ്മ, ഒരു മകൻ, ഒരു സ്വപ്നം. എണ്ണങ്ങൾ ഉയർന്നു, സംഖ്യകൾ കൂട്ടി. പക്ഷെ ഓരോ സംഖ്യയ്ക്കും ഒരു ലോകമുണ്ടായിരുന്നു. ഇത് പ്രകൃതിയുടെ മാത്രം കുറ്റമാണോ? മലകൾ വെട്ടിയപ്പോൾ മണ്ണ് ചോദിച്ചില്ലേ? വഴികൾ വെട്ടിയപ്പോൾ കാട് കരഞ്ഞില്ലേ? ചോദ്യങ്ങൾ ഇന്നും ഉത്തരമില്ല. രക്ഷപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നു, പക്ഷെ അവർ പഴയവരല്ല. രാത്രിയിൽ മഴ പെയ്താൽ അവർ വിറയ്ക്കും. 2024 വയനാടിന് വർഷമല്ല, അത് ഒരു മുറിവാണ്, ഒരു മുന്നറിയിപ്പ്. ചൂരൽമല, മുണ്ടക്കൈ ആപ്പിലെ പേരുകൾ മാത്രമല്ല, മനുഷ്യരുടെ ഓർമ്മയാണ്. ഇൻ മെമ്മറി ഓഫ് ദ ലൈഫ്സ് ലോസ്റ്റ്, വയനാട് 2024.